ഹലോ. ഇന്ന് ജൂൺ 26, ലോക ലഹരി വിരുദ്ധ ദിനം. ഈ ദിനത്തിൽ നമുക്ക് ഒരു സന്ദേശമായാലോ? ലെറ്റ് us all say no to addictions. എന്താണ് ലഹരി? എന്തുകൊണ്ടാണ് ലഹരി എന്ന് പറയുന്നത്? നമ്മുടെ നാട്ടിലെ വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഒരു കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായ ആത്മഹത്യകൾ ഈ ഡ്രഗ്സ്, ലഹരി കൊണ്ടും ആൽക്കഹോൾ കൊണ്ടും ഒക്കെ അതിനുമായിട്ട് ചുറ്റിപ്പറ്റി ഉണ്ടായ മരണങ്ങളുടെ, ആത്മഹത്യകളുടെ കണക്കറിയുമോ? 25,428. അതായത് ഏകദേശം 2,500 പെർ ഇയർ. അതായത് ഒരു ദിവസത്തിൽ 7 മരണം. ഡൗറി ഡെത്തോ അല്ലെങ്കിൽ പോവേർട്ടിയോ കൊണ്ടുള്ള മരണത്തിനേക്കാളും എത്രയോ കൂടുതലാണല്ലേ? എന്നിട്ടും അതിന് വേണ്ട പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ലഹരി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എന്ത് സാധനവും നമുക്കൊരു സന്തോഷം തന്നാൽ നമുക്ക് വേണമെന്ന് തോന്നില്ലേ? അല്ലെ? നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലെ നമ്മുടെ ഞരമ്പുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന കെമിക്കൽ, പലതരം കെമിക്കൽസ്. അതിൽ സന്തോഷം തരുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമീൻ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഡോപ്പമീൻ്റെ അളവൊന്ന് കൂടുകയാണെങ്കിലോ, ഇറ്റ് ഗിവ്സ് യു അൻ ഇൻക്രീസ് ഫീലിംഗ് ഓഫ് പ്ലഷർ. ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ്, നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഒക്കെ പോയാൽ നമുക്കൊരു സന്തോഷവും ഒരു എനർജിയും ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ കിട്ടില്ലേ? അത് കിട്ടുന്നത് ഈ ഡോപ്പമീൻ റിലീസ് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഈ ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ ചെയ്യുന്നത്. ആ ബ്രെയിനിന്റെ ആ ഭാഗം, നമ്മുടെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയും, അത് ഈ പ്ലഷർ ഓർത്തു വെക്കും. ആൻഡ് ഇറ്റ് വാണ്ട്സ് ഇറ്റ് ടു ബി റിപ്പീറ്റഡ്. അത് വീണ്ടും വീണ്ടും വേണം എന്നൊരാഗ്രഹം ഉണ്ടാക്കുകയും ചെയ്യും. ആ ആഗ്രഹത്തിന് പിന്നാലെ പോകുമ്പോഴോ വീണ്ടും വീണ്ടും കൊടുക്കും. നമുക്ക് സന്തോഷമുള്ള ഫുഡൊക്കെ നമ്മൾ അങ്ങനെ അല്ലേ കഴിക്കുന്നത്? എന്തും ഇഷ്ടമായിട്ട് പിന്നെയും പിന്നെയും ചെയ്യണമെന്ന് തോന്നുക. അതിലൊരു കൺട്രോള് പോകുമ്പോഴാണല്ലോ അതിനെ അഡിക്ഷൻ അല്ലെങ്കിൽ ലഹരി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഉള്ള ലഹരികളിൽ ഏറ്റവും അധികമുള്ള ലഹരി, ദ കിങ് ഓഫ് ഓൾ ഡ്രഗ്സ് ഇസ് നൗ ആൽക്കഹോൾ. ഒരുപാട് സ്മോക്കിങ്ങിനെതിരെ ഒരുപാട് ക്യാമ്പയിനുകളും പ്രോഗ്രാമുകളും വന്നതുകൊണ്ട് സ്മോക്കിംഗ് ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ആൽക്കഹോളാണ് ഇപ്പോൾ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിലെ, സമൂഹത്തിലെ വന്ന മാറ്റങ്ങൾ കൊണ്ടാകാം സോഷ്യലായിട്ട് വളരെ അക്സെപ്റ്റഡ് ഒരു കാര്യമായി ആൽക്കഹോളിസം മാറിയത് കൊണ്ട്. ഡ്രിങ്ക്സ് ഇല്ലാത്ത പാർട്ടികളും ഗെറ്റ് ടുഗദേഴ്സും മീറ്റിംഗ്സും ഇല്ലാത്തൊരു കാലമാണ്. അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആണെന്നൊരു തോന്നൽ വരുമ്പോൾ അതിലേക്ക് ചായാനുള്ള സാധ്യത കൂടുന്നത് കൊണ്ട് വീണു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷെ ഒന്ന് കാണൂ, ആ CT സ്കാനിൽ ഒരു 43 വയസ്സുള്ള ഒരു നോർമൽ ആളുടെ ഒരു CTയും ഒരു ആൽക്കഹോൾ അഡിക്റ്റിന്റെ CTയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. തലച്ചോറ് ചുരുങ്ങുന്നു. There is atrophy of the brain, so that നമ്മുടെ കോഗ്നിറ്റീവ് സെൻസ്, നമ്മുടെ ബുദ്ധിയും വിവേകവും ഓർമ്മയും എല്ലാം ചുരുങ്ങി ഒരു 80 വയസ്സിൻ്റെതാവുന്നു ഈ 43 കൊല്ലം കൊണ്ട്. ഈ യാത്ര, ഈ ചേഞ്ച്, ഈ നാശം അറിയാതെയാണ് ആൽക്കഹോളിക്സ് ആ യാത്രയിലൂടെ തുടരുന്നത്. അങ്ങനെയാണ് അഡിക്ഷൻ എടുക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ചെറുപ്പക്കാരിലേക്ക് പ്രാധാന്യം വരുന്നത്? ക്യാച്ച് ദം യങ് എന്ന് നമ്മൾ പറയുന്ന പോലെ ഈ അഡിക്ഷൻസും എല്ലാം ചെറുപ്പക്കാരെ തന്നെയാണ് ബാധിക്കുക. എന്തുകൊണ്ടാണ്? ആ പ്രായത്തിൽ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി കൂടുതലാണ്. എന്തും എക്സ്പെരിമെന്റ് ചെയ്യാൻ തോന്നുന്ന ഒരു പ്രായം അല്ലെ? അവരുടെ ബോറടി മാറ്റാനായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യം തീർക്കാനായിരിക്കും, ആരോടെങ്കിലും ഒരു വിദ്വേഷം തീർക്കാൻ, ഒന്ന് റിബെൽ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഇല്ലായ്മകളോ പ്രശ്നങ്ങളോ ഒന്ന് മൂടി വെക്കാനായിട്ട്, ചില തെറ്റിദ്ധാരണകളുടെ പേരിലും ഒക്കെ ആയിരിക്കും ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഒന്ന് ഈസി ആയിട്ട് അവൈലബിൾ ആയ സാധനമാകുമ്പോൾ ഇത്തിരി വേഗം ട്രൈ ചെയ്ത് നോക്കും. ഒന്ന് ട്രൈ ചെയ്ത് സുഖം കാണുമ്പോഴോ കുറച്ചുകൂടെ വേണം തോന്നും അല്ലെ? അങ്ങനെ എങ്ങനെയാ കൂടുന്നത്? പിന്നെ ആ സുഖം ഉണ്ടെങ്കിലേ പറ്റൂ എന്നാകും. അപ്പോഴാണ് അത് അഡിക്ഷനിലേക്ക് കടക്കുന്നത്. പക്ഷെ ഈ ചെറുപ്പക്കാരിൽ വരുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ആ പ്രായത്തിലെ പിയർ പ്രഷർ ഏറ്റവും കൂടുതൽ. ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ, ഫ്രണ്ട്സ് ചെയ്യുമ്പോൾ അത് കൂടെ ചെയ്യാൻ ഒരു വ്യഗ്രത, എന്തും ചെയ്യാൻ, എന്തും ബാക്കിയുള്ളവർ കാണിക്കുന്ന അനുകരിക്കാൻ ഒരു ഭ്രമമുള്ള ഒരു പ്രായം. മീഡിയയിൽ മുഴുവൻ കാണുന്നു, പിന്നെ ഫാമിലിയിലും പലപ്പോഴും കാണുന്നു, അവരുടെ റോൾ മോഡൽസ് എല്ലാം ചെയ്യുന്നു. അപ്പൊ അത് അനുകരിക്കാനുള്ള ഒരു പ്രായമാണ്. എല്ലാവരും ചെയ്യുന്നത് കൂടെ ചെയ്യുമ്പോൾ ഞാൻ ആരും ആകുന്നു, ഞാൻ ഹീറോ ആകുന്നു എന്നൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ വീണുപോകാൻ സാധ്യതയുള്ള ഒരു പ്രായം കൂടിയാണ് ഈ അഡോളസെന്റ് ഏജ്. നമ്മുടെ ബ്രെയിനിന്റെ മുൻഭാഗത്ത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നൊരു ഭാഗമുണ്ട്. അതാണ് ഏറ്റവും അവസാനം മെച്യൂർ ആവുന്ന പ്രായം ഇച്ചിരി ആകുമ്പോൾ, ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത് ഫുൾ മെച്യൂർ ആവുള്ളൂ. ഇമ്മെച്യൂർ ആയിട്ടുള്ള ഭാഗമാണ് വേഗം അഡിക്ഷൻ ഉണ്ടാകുന്നത്. ഈ കെമിക്കൽസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അവിടെയാണ്.
അപ്പൊ ആ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴോ നമ്മുടെ ജഡ്ജ്മെന്റ്സ്, നമ്മുടെ തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കേണ്ട ഭാഗവും ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. അപ്പൊ ജഡ്ജ്മെന്റ്സ് തെറ്റുന്നു, തെറ്റുകളിലേക്ക് വഴുതി പോകാനുള്ള സാധ്യതയും ആ പ്രായത്തിൽ കൂടുന്നത് അതുകൊണ്ടാണ്. ആ അഡോളസെന്റ് പ്രായത്തിൽ മെച്യൂർ ആയിട്ടില്ല പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അതിൽ ഡ്രഗ്സ് കോൺസെൻട്രേറ്റും ചെയ്യുന്നു, തെറ്റ് വഴികളിലൂടെ പോകാനുള്ള പ്രവണതയും കൂടുന്നതും അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആ ഭാഗത്ത് അവിടെ അഡിക്റ്റഡ് ആയാൽ, ആ പ്രായത്തിൽ അഡിക്റ്റഡ് ആയാൽ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനും ഒഴിഞ്ഞു പോകാനും ഉള്ള ബുദ്ധിമുട്ടുകളും കൂടുതലുള്ള ഒരു പ്രായമാണ്. അതുകൊണ്ട് നമ്മുടെ അവബോധമെല്ലാം ആ അഡോളസെന്റ് ടീൻ പ്രായത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഉദ്ദേശവും അതാണ്. ആ പ്രായത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലേ ഒരു അവസാനം എത്തുള്ളൂ എന്നുള്ളൊരു തോന്നലുമുണ്ട്. ബാക്കി ഗവൺമെന്റ് തലത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷണൽ കാര്യങ്ങളിലും ചെയ്യുന്നതിനേക്കാൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ പൗരനും അവരവർക്ക് ചെയ്യാവുന്നത് എന്ത് വേണ്ടേ നമ്മൾ ആലോചിക്കാൻ. അപ്പൊ എനിക്ക് പേരൻസിനോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു 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 അഭിപ്രായം എന്താന്ന് വെച്ചാൽ, ബി എ ഗുഡ് ലിസണർ. സിമ്പിൾ കാര്യമാണ് നല്ല ഒരു ലിസണർ ആവുക എന്നുള്ളത്. കുട്ടികൾക്ക് ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഫ്രീ ആയിട്ടും ഇടപെടാനുള്ള ഒരു ഇടങ്ങൾ, ഒരു ആംബിയൻസ്, ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കൂ വീടുകളിലും സ്കൂളുകളിലും. പേരൻസും ടീച്ചേഴ്സും ആയാലും അതെ, അവരുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്യൂ. ഇപ്പൊ ലൈഫ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു കാലമാണ്. പേരൻസ് ആയിട്ടുള്ളവരും ടീച്ചേഴ്സ് ആയിട്ടുള്ളവരും വളർന്ന ആ കാലഘട്ടമല്ല. മാറുന്ന കാലഘട്ടം മനസ്സിലാക്കാൻ ശ്രമിക്കൂ. കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അവർ ജീവിക്കുന്ന രീതികളും മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അവരുടെ ഫ്രണ്ട്സിനെ അറിയൂ, അവരുടെ പേരൻസിനെ പരിചയപ്പെടൂ. ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യൂ. അവരുമായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നാൽ, അവർക്ക് തുറന്ന് സംസാരിക്കാൻ ഒരിടങ്ങൾ കൊടുക്കൂ. ഒരുപാട് പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. എവിടെ വേണ്ട എന്ന് പറയാനും ഒന്ന് നമ്മൾ പഠിക്കണം. ശരികൾ ചെയ്യുന്ന പോലെ എവിടെയാണ് തെറ്റ്, എവിടെയാണ് നോ പറയേണ്ടത് എന്ന് കൂടെ പഠിപ്പിക്കേണ്ടത് പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്വമാകുന്നു. അങ്ങനെ പറയാൻ ഒരിടമുണ്ടെങ്കിലല്ലേ അവർ പറയുള്ളൂ, അല്ലേ? ഈ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വെക്കുക, ഇതെല്ലാം ആയാലും പ്രശ്നം ഉണ്ടായാൽ അത് പറയേണ്ടത്, ഫ്രീ ആയിട്ട് പറയേണ്ടത് അവരവരുടെ അച്ഛനോടോ അമ്മയോടോ ആണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരണ്ടേ? അത് കേൾക്കുന്നോ, സമാധാനമായിട്ട് കേട്ട് പരിഹാരം തരുന്നോ ഒരു വിശ്വാസം ഉണ്ടെങ്കിലല്ലേ അത് അവരവിടെ പറയുള്ളൂ. അതിനുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം, അതിനുള്ളൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യൂ എന്നാണ് എനിക്ക് പേരൻസിനോടുള്ള റിക്വസ്റ്റ്. അതിനുള്ള പ്രശ്നം ഉണ്ടായാൽ ഉടനെ അവരുടെ തലയിൽ ചാടിക്കയറി അടി ഉണ്ടാക്കുക, ഡ്രാമ ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക ചെയ്യുന്നതിന് പകരം സമാധാനപരമായിട്ട് അത് ഡീൽ ചെയ്യാനും അതിന് സപ്പോർട്ട് സിസ്റ്റംസ് ഇഷ്ടം പോലെ ഉണ്ടെന്നും അതെന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഒരു അവബോധം ഉണ്ടാക്കാൻ പേരൻസും ടീച്ചേഴ്സും ശ്രമിക്കുകയും വേണം. അതുപോലെ തന്നെ കുട്ടികളോട് പറയാനുള്ളത്, സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നല്ല ബുദ്ധിയുള്ള കുട്ടികളല്ലേ നിങ്ങളെല്ലാവരും, അല്ലെ? അവനോട് ആരോഗ്യത്തില് ഒരു ഉത്തരവാദിത്വം കാണിക്കണ്ടേ? ശാരീരികമായാലും മാനസികമായാലും അവരവരുടെ ആരോഗ്യം അവരവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്ക് വേണ്ടി പിന്നെ വരാനുള്ള വലിയ വലിയ സന്തോഷങ്ങളെ കളയാതിരിക്കാൻ നോക്കണ്ടേ? അപ്പൊ ചെറിയ ചെറിയ പ്ലഷേഴ്സ് വേണ്ടാന്ന് വെക്കുന്നതല്ലേ വലിയ ബുദ്ധി? അതല്ലേ മിടുക്കര് ചെയ്യേണ്ടത്, അല്ലെ? I hope all the students will be willing to take a pledge today on this day of June 26. Let us all pledge never to touch or taste drugs, alcohol or tobacco. ലഹരി ഒന്നും ഉപയോഗിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യില്ല എന്ന് നമുക്കൊരു ശബ്ദമെടുത്താലോ കുട്ടികളെ? അതല്ലേ നന്നാവുക. എല്ലാ കുട്ടികളും I can do it and I will do it എന്ന് ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ ആശ വാര്യർ, senior ENT surgeon with almost 35 years of experience. Thank you all.